എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി പറയാനാണ്. ഈ കാര്യത്തിനെ പറ്റി പറയുമ്പോൾ നിങ്ങളാരും വെറുതെ ഓവറായിട്ട് പാനിക് ആവണ്ട, ടെൻഷനും കാര്യങ്ങളും അടിക്കാൻ നിൽക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് നേരത്തെ സ്റ്റഡി നടന്ന ഒരു കാര്യമാണ്. ഇപ്പം പുതിയതായിട്ട് കണ്ടുപിടിച്ചതല്ല. പക്ഷേ എന്തോ നമ്മളാരും അത് അറിഞ്ഞില്ല. അത് അധികം ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തിട്ടുമില്ല ആരും. എന്താണെന്ന് വെച്ചാൽ 25 വയസ്സിൻ്റെ ആ ഒരു പ്രായത്തിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പറയുകയാണെങ്കിൽ 27 വയസ്സിൻ്റെ ഉള്ളിൽ, 27-28 വയസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മെയിൽ പാറ്റേൺ ബാലൻസ്, അതായത് ആൻഡ്രോജനിക് അലോപേഷ്യ, അതായത് ഹോർമോണിൻ്റെ വ്യത്യാസം കാരണം ഉണ്ടാകുന്ന അലോപേഷ്യ അല്ലെങ്കിൽ മുടി ഒഴിച്ചിൽ. മെയിൽ പാറ്റേൺ ബാലൻസ് എന്ന് പറയുമ്പോൾ രണ്ട് നെറ്റിയും കയറി ഇവിടുന്നും പോകുന്ന ഒരു ടൈപ്പ്. അങ്ങനത്തെ ടൈപ്പ് ഓഫ് അലോപേഷ്യ ആണ് നിങ്ങൾക്ക് ഈ 25 വയസ്സിൻ്റെ ആ ഒരു ടൈം, 25 to 30 ഇയേഴ്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെയിൽ പാറ്റേൺ ബാലൻസ് കാര്യമായിട്ട്, അതായത് നല്ല രീതിയിൽ വന്നു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, അതൊരു ഗ്രേഡ് 3യോ ഗ്രേഡ് 3ൻ്റെ മുകളിലോ ഉള്ള ലെവലിൽ, ഹാമിൽട്ടൺ സ്കോറാണ് നമ്മൾ അതിന് ഉപയോഗിക്കുക, ഏത് ഗ്രേഡാണെന്ന് അറിയാൻ. അതിൻ്റെ ഗ്രേഡ് വെച്ച് നോക്കുമ്പോൾ ഗ്രേഡ് 3 ഓർ എബവ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ കഷണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ, അല്ലെങ്കിൽ ഒരു 40-45 വയസ്സാകുമ്പോൾ തന്നെ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറഞ്ഞ ഹാർട്ടിന് ഡിസീസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, കൊറോണറി ആർട്ടറിയാണ് ഹാർട്ടിലോട്ട് പമ്പ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു വെസൽ. അപ്പോൾ ഈ വെസൽ അല്ലെങ്കിൽ ഈ ആർട്ടറിയിൽ ത്രോംബസ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്ലേഗ് എന്ന് പറയും, അല്ലെങ്കിൽ ത്രോംബസ്, ഒരു കട്ട, ഒരു ഉണ്ട, ഒരു എന്താ പറയുക, എല്ലാം കൂടി കൂടിയൊരു ഉണ്ട, ഒരു ബ്ലോക്കേജ് പോലത്തെ സാധനം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ബ്ലഡ് ഫ്ലോനെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. അതുവഴി അത് ഒന്നെങ്കിൽ ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് കുറയ്ക്കും, അല്ലെങ്കിൽ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. അതും അല്ലെങ്കിൽ മെയിനായിട്ടുള്ള കൊറോണറി ആർട്ടറി മൊത്തമായിട്ടും ബ്ലോക്ക് ചെയ്ത് നമുക്ക് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് എല്ലായിടത്തേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയാവും. അങ്ങനെ വരുമ്പോൾ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ വരും. അതിനൊക്കെയാണ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നൊക്കെ പറയുന്നത്. അത്രയും നേരം അവിടെ ബ്ലഡ് എത്താത്ത ഒരു കണ്ടീഷൻ, ബ്ലഡ് ഫ്ലോനെ കാര്യമായിട്ട് ബാധിക്കും അത്. അപ്പോൾ ഈ ത്രോംബസ് ഫോർമേഷനും അല്ലെങ്കിൽ ഈ പ്ലേഗ് ഫോർമേഷനും ഈ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്ന സാധനവും നമ്മളെ ആൻഡ്രോജനിക് അലോപേഷ്യയും വളരെ ഒരു എന്താ പറയുക, ഒരു സിങ്ക്രണൈസ് ആയിട്ട് പോകുന്നുണ്ട്. അതായത് ചെറുപ്പത്തിലേ നിങ്ങൾക്ക് ഈ ആൻഡ്രോജനിക് അലോപേഷ്യ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഹോർമോണിൻ്റെ വ്യതിയാനം കൂടുതലാണെന്നാണ്. ടെസ്റ്റോസ്റ്ററോൺ കൂടുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ, യൂഷ്വലി ടെസ്റ്റോസ്റ്ററോൺ കൂടുമ്പോൾ നമുക്ക് അവിടെ ഒരു അഡ്രിനാലിൻ റഷ്, അല്ലെങ്കിൽ അഡ്രിനാലിൻ്റെ കോർട്ടിസോൾ, അഡ്രിനാലിൻ ഇതേപോലത്തെ ഹോർമോൺസും കൂടും. കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോണാണ്. സ്ട്രെസ് ഹോർമോൺ കൂടുമ്പോൾ ഡെഫിനറ്റ്ലി ഹാർട്ടിലെ ബീറ്റ് കൂടും, ഹാർട്ട് ബീറ്റ് കൂടും. അങ്ങനെ ടാക്കികാർഡിയ ഉണ്ടാവും. അപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ അതുവഴി പമ്പ് ചെയ്യണ ഒരു സിസ്റ്റമാണ്. വെൻട്രിക്കിൾസിൽ നിന്ന് പമ്പ് ചെയ്ത് ഇത് നേരെ ഏട്രിയത്തിൽ നിന്ന് പമ്പ് ചെയ്ത് വെൻട്രിക്കിൾസിൽ എത്തണം. വെൻട്രിക്കിൾസിൽ നിന്ന് നേരെ പമ്പ് ചെയ്ത് ലെഫ്റ്റും റൈറ്റിലോട്ടും ഷിഫ്റ്റ് ചെയ്ത് നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക ബ്ലഡ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ വെൻട്രിക്കിൾസ് ഹൈപ്പർട്രോഫി ഉണ്ടാവും. അതായത് ഹൈപ്പർട്രോഫി എന്ന് പറയുമ്പോൾ വലുതാവാൻ തുടങ്ങും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്.